നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റിയിൽ വലിയ നേട്ടങ്ങൾ കൊയ്തെടുത്ത കോച്ചാണല്ലോ പെപ് ഗാർഡിയോള. പക്ഷേ അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിൽ അധികകാലം തുടരില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ നിലവിലെ കോൺട്രാക്റ്റ് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പുതിയ കോൺട്രാക്റ്റിലേക്ക് അദ്ദേഹം പോകാനുള്ള സാധ്യത കുറഞ്ഞു വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതിപ്പോൾ ചില ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്പെയിനിലെ ചില മാധ്യമപ്രവർത്തകരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2025 ശേഷം ഒരു പക്ഷേ പെപ്പ് അവിടെ തുടർന്നേക്കില്ല, കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ സിറ്റിക്ക് കുറഞ്ഞു വരുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. നമ്മൾ അതിലേക്കൊന്ന് വിശദമായിട്ട് പോയാൽ, മാഞ്ചസ്റ്റർ സിറ്റി ബോർഡ് പ്രിപ്പയറിംഗ് ഫോർ ഫ്യൂച്ചർ വിത്തൗട്ട് പെപ് ഗാർഡിയോള. പെപ്പില്ലാതെ ഭാവിയിൽ മുന്നോട്ട് പോകാനുള്ള പ്രിപ്പറേഷനിലേക്ക് ഇപ്പം സിറ്റിയുടെ ബോർഡ് പോകുന്നു. ലെസ് ട്രസ്റ്റ് ഇൻ കോൺട്രാക്ട് റിന്യൂവൽ എന്നാണ് റിപ്പോർട്ട്. കോൺട്രാക്ട് റിന്യൂ ചെയ്യാൻ കഴിയും എന്നുള്ളതിൽ കുറഞ്ഞ വിശ്വാസമേ ഇപ്പോഴുള്ളൂ എന്ന് പറയുന്നു. ഇതിലേക്ക് കൂടുതൽ വിശദമായിട്ട് പോവുകയാണെങ്കിൽ അതിൽ പറയുന്നത്, സ്പെയിനിൽ നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി ബോസ് പെപ് ഗാർഡിയോള സിറ്റി വിടാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിലവിലെ കോൺട്രാക്ട് അവസാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ക്ലബ്ബ് വിടും എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാലഘട്ടം തീർച്ചയായിട്ടും വലിയ നേട്ടങ്ങൾ സിറ്റിക്ക് സമ്മാനിച്ച ഒന്നാണ്. ഒരുപക്ഷെ സിറ്റിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. 2016 സിറ്റിയുടെ പരിശീലകനായിട്ട് എത്തിയിട്ട് അദ്ദേഹം നിരവധി കിരീടങ്ങൾ നേടിക്കൊടുക്കുകയുണ്ടായി. കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് 5 പ്രീമിയർ ലീഗ് കിരീടങ്ങൾ നേടിയെന്ന് മാത്രമല്ല, ഇത്തവണ കിരീടം നേടാനുള്ള ശ്രമത്തിൽ മുന്നോട്ട് പോവുകയാണ്. അത് നേടുകയാണെങ്കിൽ തുടർച്ചയായി 4 കിരീടങ്ങൾ എന്ന റെക്കോർഡ് കൂടി അദ്ദേഹം സിറ്റിക്കൊപ്പം നേടാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അത് മാത്രമല്ല, സിറ്റിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം അദ്ദേഹം നേടിക്കൊടുത്തു. ക്ലബ്ബ് വേൾഡ് കപ്പിൽ മുത്തമിട്ടു. അങ്ങനെ വലിയ നേട്ടങ്ങൾ സിറ്റിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള കോച്ചാണ്. എന്നാൽ അദ്ദേഹം ഇനി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ് സിറ്റിയുടെ തലപ്പത്തുള്ളവർക്കുള്ളത് എന്നാണ് റിപ്പോർട്ട്. ഇപ്പോൾ ജേർണലിസ്റ്റ് ഹോർഗെ പീക്കണിൻ്റെ അഭിപ്രായം അനുസരിച്ച് സിറ്റിയുടെ ബോർഡിന് ഫീൽസ് ലെസ് ആൻഡ് ലെസ് സെയിം എവറി ഡേ ആൻഡ് വൈൽ എ ഫൈനൽ ഡിസിഷൻ ഹാസ് നോട്ട് ബീൻ മെയ്ഡ്, സിറ്റീസ് ബോർഡ് ഡസ് നോട്ട് ബ്രീത്ത് ഒപ്റ്റിമിസം. In fact, it is now claimed there is less and less trust in a renewal എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് പുറത്തേക്ക് വരുന്നത്. ചുരുക്കത്തിൽ സിറ്റിയുടെ ബോർഡിന് ഇപ്പോൾ ആ ഒരു ഒപ്റ്റിമിസം ഇല്ല, ശുഭാപ്തി വിശ്വാസമില്ല. കോൺട്രാക്ട് റിന്യൂവലിലുള്ള ആ ഒരു വിശ്വാസം കുറഞ്ഞു വരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടിലുള്ളത്. എന്തായാലും കാര്യങ്ങൾ എങ്ങനെയാവും എന്നറിയാൻ വേണ്ടി മറ്റ് ക്ലബ്ബുകളും കാത്തിരിപ്പാണ്. അതിനിടയ്ക്ക് സ്പെയിനിൽ നിന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പെപ്പ് ബാഴ്സലോണയിലേക്ക് തിരികെ എത്തിയേക്കുമെന്ന തരത്തിലാണ്. നേരത്തെ എന്നോ പെപ്പ് പറഞ്ഞിട്ടുണ്ട് പോലും, ബാഴ്സയ്ക്ക് എപ്പോൾ ആവശ്യമുണ്ടോ ആ സമയത്ത് ഞാൻ തിരികെ എത്തുമെന്ന്. ഇപ്പോഴാണ് ബാഴ്സയ്ക്ക് ആവശ്യമുള്ളത്, ചാവി പോകുന്ന ഘട്ടത്തിൽ പെപ്പിനെ വേണം എന്നൊക്കെ. പക്ഷെ അതിനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. അദ്ദേഹത്തിന് സിറ്റിയുമായിട്ടുള്ള കരാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എന്താകും എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ വരുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.